ഹായ് KPS വായ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല ഓർമ്മകൾ തരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും. നമ്മുടെ സൗഹൃദങ്ങളിൽ പലതും ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും, ചിലത് കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ചില കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇത്തവണ നമ്മൾ പറയുന്നത്. പ്രധാനമായും 5 ടൈപ്സ് ആയിട്ട് വരെ പറയാൻ സാധിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മെൻറ്റേഴ്സാണ്. മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴി കാട്ടാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് മെൻറ്റേഴ്സ് പൊതുവേ നമ്മൾ സഞ്ചരിക്കുന്ന അതേ വഴിയിൽ ഇതിനു മുമ്പ് സഞ്ചരിച്ച ആൾക്കാരായിരിക്കും. നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ആ എക്സ്പീരിയൻസ് കൃത്യമായി ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് നമുക്ക് വഴി കാട്ടാനുമുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവിടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾക്ക് ക്ലാരിറ്റി തരാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. മെൻറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിൽ അവർക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെൻറ്റേഴ്സ് എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ മെൻറ്റേഴ്സ് ആയിക്കൊള്ളണമെന്നില്ല. അതായത് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് വിചാരിച്ച് അവർ നമ്മുടെ മെൻറ്റർ ആയിക്കൊള്ളണമെന്നില്ല. തീരുമാനങ്ങൾ എപ്പോഴും നമ്മളുടെ തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തോടു കൂടി വേണം അതെടുക്കാൻ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലിഫ്റ്റേഴ്സ് എന്ന് ഞാൻ വിളിക്കും. ലിഫ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷ തരാനും നമ്മളെ സഹായിക്കാനും കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ലിഫ്റ്റേഴ്സിൻ്റെ പ്രത്യേകത, അവരെപ്പോഴും നമ്മൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടുണ്ടാകും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സഹായം ധൈര്യമായി സ്വീകരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെക്കാൾ പവർഫുള്ളായി നിൽക്കുന്ന ആൾക്കാരാണ് ലിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് ആൾക്കാരെന്ന് പറയുന്നത് വൈബേഴ്സാണ്. വൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ആ വൈബ്രേഷൻ, ആ ഫ്രീക്വൻസി അത് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത, ഇവർ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചാർജ്ഡ് ആകും. ഇവർ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആകും. നമ്മൾ അതുവരെ ഡൗൺ ആയിട്ടിരിക്കും, ഇവർ വന്നു കഴിഞ്ഞാൽ റെഡിയാകും. കാരണം ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കുണ്ടാകും. അവരങ്ങോട്ട് മുന്നിട്ടിറങ്ങും, അവർ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. അങ്ങനെയുള്ള സ്പാർക്കുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇപ്പോൾ വൈബേഴ്സ് എന്ന് പറയുക. വൈബേഴ്സ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. മാത്രമല്ല, ഈ വൈബിങ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ വേറൊരു പ്രത്യേകത, അവരെല്ലാവരോടും നല്ല ടേംസിൽ പോകുന്നവരായിരിക്കും എന്നാണ്. അതായത് ആരോടും അവർ പ്രശ്നങ്ങൾക്കൊന്നും പോകാറില്ല, എല്ലാവരുമായിട്ടും ഒരു റാപ്പോ കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സീക്രട്ട് കീപ്പേഴ്സാണ്. സീക്രട്ട് കീപ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊരാളുടെയും ഫ്രണ്ട്സ് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. കാരണം സീക്രട്ട് കീപ്പിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്കില്ലാണ്. നമ്മൾ ഒരാളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം രഹസ്യമായി തന്നെ ഇരിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് ഉണ്ടാവുക. കാരണം എപ്പോഴും മനുഷ്യന് മറ്റുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിങ്ങനെ പരദൂഷണം പറയുകയോ കുറ്റം പറയുകയോ ചെയ്യുകയല്ല. എന്നാൽ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യം അത് അയാൾക്കുള്ളിൽ തന്നെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ എപ്പോഴും ഒരു സീക്രട്ട് കീപ്പറെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നമ്മളും നല്ലൊരു സീക്രട്ട് കീപ്പർ ആകാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഒരാൾ നമ്മളോട് പറയുന്നൊരു കാര്യം അയാളുടെ സ്വകാര്യതയെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മളിൽ നിന്നും പുറത്തു പോയാൽ അത് നമ്മളുടെ ഒരു മിസ്റ്റേക്കാണ്. ഇനി അഞ്ചാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുമാണ് പ്രോബ്ലം സോൾവർ എന്ന് പറയുന്നത്. അതായത് പ്രശ്നത്തെ പരിഹരിക്കുന്ന ആളുകൾ. പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവെന്ന് പറയുന്നത് വല്ലാത്തൊരു ഗിഫ്റ്റാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന വെച്ച്. കാരണം ഭൂരിഭാഗം ആൾക്കാരും പ്രശ്നം വരുന്ന സമയത്ത് സ്റ്റക്കായി പോവുകയാണ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് ആക്ഷൻ എടുക്കണമെന്നറിയാതെ തകർന്നു നിൽക്കുക അല്ലെങ്കിൽ തളർന്നു നിൽക്കുകയാണ് സംഭവിക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പ്രശ്നത്തെ യുക്തിപരമായി നോക്കിക്കണ്ട് അതിന് ബുദ്ധിപരമായ, തന്ത്രപരമായ, പ്രായോഗികമായ നടപടികൾ എടുക്കാൻ സാധിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ജീവിതത്തിൽ അത്യാവശ്യത്തിൽ വേണ്ട ഒരാളാണ്. ഇങ്ങനെയുള്ളവർ പൊതുവെ നമ്മുടെ മെൻറ്റേഴ്സ് ആകാം, നമ്മുടെ ലിഫ്റ്റേഴ്സ് ആകാം, നമ്മുടെ വൈബേഴ്സ് ആകാം, ഏത് വിഭാഗത്തിൽ വരുന്ന ആളുമാകാം. പക്ഷേ അയാൾ പ്രോബ്ലം സോൾവിങ്ങിൽ എക്സ്പെർട്ടായ ഒരാളായിരിക്കും. തൻ്റെ തന്നെ പ്രശ്നം പരിഹരിക്കാനും മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാനുമുള്ള കഴിവെന്ന് പറയുന്നത് വളരെ മികച്ച ലീഡേഴ്സിലുണ്ടാവുന്ന ഒരു കഴിവാണ്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അടുപ്പം കാത്തു സൂക്ഷിക്കേണ്ട 5 പ്രധാനപ്പെട്ട തരം വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.